ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് മുരിങ്ങയില ചിരട്ടപ്പുട്ടാണ്. ഇത് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവനുസരിച്ച് നിങ്ങൾ പൊടി ചേർക്കുക. പൊടിയിൽ അതിൻ്റെ അളവനുസരിച്ചുള്ള ഉപ്പും നിങ്ങൾ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. തുടർന്ന് ചിരകി വെച്ച തേങ്ങ അതിനകത്ത് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. തുടർന്ന് ക്യാരറ്റ് ചെറുതാണെങ്കിൽ 2 എടുക്കുക, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും മതിയാകും. അത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു ഗ്രേറ്റ് ചെയ്ത് അത് പുട്ടിലേക്ക് ഇടുക. അതിനുശേഷം ഒരു പിടി മുരിങ്ങ എടുക്കുക. അത് ചെറുതായി കട്ട് ചെയ്ത് അതിൽ ചേർക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പുട്ടിൻ്റെ പാകത്തിനനുസരിച്ചുള്ള നനവ് കുറയുകയാണെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് നല്ല വെള്ളം ചേർത്ത് തിരുമ്മേണ്ടി വരും. നന്നായി മിക്സ് ചെയ്ത് ശേഷം ഒരു പാത്രത്തിൽ അടുപ്പിൽ വെള്ളം വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ചിരട്ട എടുക്കുക. ആ ചിരട്ടയിൽ ഈ പൊടി അതിനകത്ത് നിറയ്ക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് അമർത്തണം. അമർത്തിയതിന് ശേഷം ഈ പാത്രത്തിലെ തട്ടിലേക്ക് കമഴ്ത്തിയിടുക. തട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടപ്പ് വെച്ച് അത് മൂടുക. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം അതിനെ ആവി കൊള്ളാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം നമ്മൾ അടപ്പ് മാറ്റുക. ഇത് ഒരു പാത്രത്തിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് പകർത്തി വയ്ക്കാം. ഇതിനോട് കൂടി ചേരാവുന്നതാണ് നമ്മുടെ ചെറുപയർ കറി. ഒരു പരളൻ മട്ടിലുള്ള ചെറുപയർ കറി ഇതിന് ഏറ്റവും യോജിച്ചതാണ്. ഇനി അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പഴം പുഴുങ്ങിയതും ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് കരുതുന്നു.